അലൈക്കും. എൻ്റെ പേര് അക്മല. ഞാൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വായന എൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ ഇതുവരെ വായിച്ചതിൽ വെച്ച് വളരെ ഹേർട്ട് ടച്ചിങ് ആയി തോന്നിയ ഒരു പുസ്തകമാണ് അഫ്ഗാൻ അമേരിക്കൻ റൈറ്ററായ ഖാലിദ് ഹുസൈനിയുടെ ലോക പ്രശസ്ത നോവൽ എ തൗസൻഡ് സ്പ്ലെൻഡഡ് സൺസ്. ഈ നോവൽ ബേസിക്കലി 4 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 2 അഫ്ഗാൻ പെൺകുട്ടികളുടെ പ്രക്ഷുബ്ധമായ ജീവിതമാണ് വരച്ചു കാട്ടുന്നത്. ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് മറിയം. 15ാം വയസ്സിൽ വിവാഹിതയാവുന്നതോടുകൂടി മറിയമിൻ്റെ ജീവിതം വളരെ ചലഞ്ചിങ് ആയി മാറുകയാണ്. ജനനം മുതൽ മരണം വരെ വളരെയേറെ യാതനകൾ സഹിച്ച് സ്വന്തം തൂക്കുകയർ വരെ ഏറ്റുവാങ്ങുകയാണ് മറിയം. മറുവശത്ത് സുഖസൗഭാഗ്യങ്ങളുടെ ഇടയിൽ നടുവിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ലൈല. പക്ഷേ ഒരു താലിബാൻ അറ്റാക്ക് മൂലം സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും അതോടുകൂടി ലൈലയുടെ ജീവിതം വളരെ ദുസ്സഹമായി മാറുകയാണ്. ഈ 2 സംഭവങ്ങളെയും ഓഥർ വളരെ മനോഹരമായിട്ടാണ് കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത്. Behind every trial and sorrow that he makes us shoulder, God has a reason. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ റിയാലിറ്റി. ഈ പുസ്തകത്തിൻ്റെ ലാംഗ്വേജ്, അതായത് വളരെ ലളിതവും സരസവുമായി വായനക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഓഥർ ഇത് എഴുതിയിട്ടുള്ളത്. ഈ നോവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഇറ്റ്സ് എ വെരി ഇമോഷണൽ, ഇൻട്രസ്റ്റിംഗ് ആൻഡ് എ ഹേർട്ട് ടച്ചിങ് നോവൽ. മാത്രവുമല്ല ഇതിനകത്ത് സോഷ്യൽ, ഫാമിലി, പൊളിറ്റിക്കൽ എല്ലാ ആസ്പെക്ട്സും വളരെ മനോഹരമായിട്ട് കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് ആൻഡ് വിത്ത് അള്ളാഹ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് അപ്പോൺ ഹൂം ബി ദ ബ്ലെസ്സിങ്സ് ആൻഡ് ദ പീസ് ഓഫ് അള്ളാഹ്. ഇതിനകത്ത് വരച്ച് കാട്ടുന്നത് അഫ്ഗാൻ പെൺകുട്ടികളുള്ള സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്, അവർക്ക് നൽകാത്ത പ്രാധാന്യം, അവരോടുള്ള ക്രൂവലിറ്റി, ബ്രൂട്ടലിറ്റി എന്നിവയൊക്കെയാണ് ട്രൂത്ത്ഫുള്ളായിട്ട് ഓഥർ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഈ നോവൽ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടാവാം. ഈ നോവൽ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഇമോഷണലും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഞാൻ ഈ നോവൽ എൻ്റെ എല്ലാ കൂട്ടുകാരും വായിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു.